എന്താ പ്രശ്നം? ഇട്ടു പോയതല്ലോ, വന്നില്ലേ? തീർന്നോ? ചച്ചിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് തന്നെ പുറത്തു പോകുമല്ലോ. അവൾ ചോദിച്ചു പോകുന്ന കേട്ടോ, നമ്മൾ തുറന്നു വിടുന്ന. അവൾ പുറത്ത് പോയിട്ട് വന്നു കഴിയുമ്പോൾ അവൻ്റെ ഉള്ള സംശയവും പീഡനവും ഒക്കെ കേട്ടോ. ഭയങ്കര ഭരണാട്ടോ അവനെ. അവൾക്കിനി ഇഷ്ടമില്ല എന്നുള്ള അവൾ തന്നെ പുറത്തോട്ട് പോകുന്നത്. പല പൂപ്പിയായിട്ടൊക്കെ വർത്താനം പറയുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇവനകത്തിരിക്കുമല്ലേ, അതിൻ്റെ കുശുമ്പ് തീർക്കുന്ന കേട്ടോ ഈ കാണുന്ന പരിപാടി. കുരിപ്പ് എന്നെ പറ്റിയേ ഉമ്മച്ചോ പൊട തൊമ്മ വന്നോടി. നോ പൊക്കോ 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 പൊക്കോ. മമ്മി തുടച്ചിട്ട് കയറി വരാട്ടോ, ഓടരുത്, അമ്മാവ ആളറിയാം. അയ്യോ, ഈ ചീഞ്ഞ മഴയത്ത് എന്തിനാ പുറത്തിറങ്ങണേ? അപ്പം അതുപോലെ അവിടെ പോയി കിടന്ന് വാവും വെച്ച വരുന്ന വരവുണ്ടോ? ഓടരുത് ഓടരുത്, ഓടിയ എൻ്റെ സ്വഭാവം മാറും. നോ നോ നോ. അമ്മയുടെ പൊന്നു മെടുക്കുന്ന പൊന്നു ചക്കരയാ, പറഞ്ഞ അനുസരിക്കുന്നതാ. നോ തക്കുടൂ. ഇച്ചിച്ചി മഴയാ, ഇത് കണ്ടോ, പുരുന്ന് മഴയാ. അമ്മയുടെ തക്കുടൂന് പണക്കും. ദേ അവള് കണ്ടോ കയറിയിരിക്കുന്നത് കണ്ടോ. എന്നെ അവിടെ ഇരുന്നോ, പിന്നെ അവിടെ ഇരുന്നോടാ. ഓടാൻ സമ്മതിക്കൂല. മെടുക്കൻ. എൻ്റെ കുറച്ച് എന്നാ പാവാൻ കഴിക്കും. ആ ചെടിയേക്കാൾ എന്നെ ചുണ്ടിൽ പൊട്ടുന്ന എൻ്റെ പൊന്നാന പുത്ത്. ഇവിടെ വരെ കൊണ്ടാ നോക്കപ്പാ പോവാം. നമ്മുടെ ചച്ചിക്കുട്ടിയുടെ മെഡിസിൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പ്രായമായതിൻ്റെ കേട്ടോ മരുന്ന് കൊടുക്കണം. അപ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈക്കൂലി ഉറപ്പാണ് കേട്ടോ. നമ്മൾ ഈ പിള്ളേർക്ക് മിഠായിയൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പം അവന് മരുന്ന് കൊടുക്കണ്ടല്ലോ, പക്ഷെ അവൻ്റെ കൂടെ കൊടുക്കുന്ന ഈ നമ്മുടെ കൈക്കൂലി അവനും അവകാശപ്പെട്ടതാട്ടോ. അവനങ്ങനെ നോക്കിക്കിടക്കും കേട്ടോ. ഒന്ന് നടത്തിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്ന് കൊടുക്കേണ്ട സമയം 2 നേരം കൊടുക്കണം മരുന്ന് കൊടുത്ത് ഇച്ചിരി ഒരു കുഞ്ഞ് 2 ഇറച്ചി പീസ് കരുതിയിരിക്കും മരുന്നിൻ്റെ ആ ചുവ മാറാനായിട്ട്. ഒരു കുഞ്ഞിത് അവക്കും കൊടുക്കും. അത് നോക്കിയിരുന്ന് വെള്ളം ഇറക്കുന്ന നമ്മുടെ കുക്കുവിനും ഒരെണ്ണം കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരിച്ച് ഈ ചീഞ്ഞ മഴ ഇടയ്ക്കൊരു തെളിച്ചോ ഒക്കെ ആയതുകൊണ്ട് 2 പേരും നിലത്ത് കിടപ്പ് ഇപ്പോൾ ചുരുക്കാട്ടോ. 2 പേരും മണ്ടയിൽ കയറി ചൂട് പറ്റി അവിടെ അങ്ങ് കിടന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ മാറ്റാനൊന്നും പോകത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചപ്പം 2 പേരും കൂടെ മണ്ടയിലേക്ക് കൊടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനോർക്ക് ഇതെന്താ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം കാക്കേനെ ഓടിക്കുന്ന കേട്ടോ. ഈ വലിയ മഴയത്ത് കാക്ക കയറി നമ്മുടെ മറ്റേ ബാൽക്കണിയുടെ അവിടെ ഷീറ്റിൻ്റെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അവിടുത്തെ കമ്പിയെ കയറിയിരിക്കും കേട്ടോ. അതുങ്ങളെ കിടന്ന് ഓടിക്കടാ ഓട്ടം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഓർക്കണം തന്നെ ഞാൻ മണ്ടയിൽ കയറാനായിട്ടോ കളിക്കാനായിട്ടോ ചെല്ലുന്നതെന്ന് കേട്ടോ. 2 പേരും കിടന്നുകൊണ്ട് ഭയങ്കര ഉത്സാഹം എന്നെ കയറ്റി കൊണ്ടുപോകാനായിട്ട്. അപ്പം കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അടങ്ങാണ്ടിരുന്ന കേട്ടോ.
ഒരു സൗണ്ട്, ഒരു സൗണ്ട് എന്തെങ്കിലും കേട്ടാൽ മതി, രണ്ടുപേരുടെ ഏതാണ്ട് ഒരു ഒറ്റ ഓട്ടം, ഇപ്പോൾ വരാവേന്ന് പറഞ്ഞുകൊണ്ടൊരു ഓട്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു മേളാട്ടോ. എന്നെ കളിക്കാൻ വിളിക്കുന്ന സീനാണ് ഇത് കേട്ടോ. കയറി വന്നപ്പം ഞാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്ന കേട്ടോ. വരാൻ കൂട്ടാക്കുന്നേ ഇല്ല കേട്ടോ. എത്ര നേരം കഴിഞ്ഞ് എന്നിട്ട് താഴോട്ട് വന്നതെന്നറിയാവോ. അപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് ചിക്കൻ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇപ്പം പോത്തിറച്ചി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ഞാനിപ്പം കന്നലിറച്ചി ഇടയ്ക്ക് കിട്ടും. ഈ ചൊവ്വാഴ്ച ദിവസം ഇടയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കും കേട്ടോ. ചിക്കൻ തന്നെ കഴിക്കുമ്പോൾ ഇവർക്ക് ബോറടിക്കത്തില്ലേ. അപ്പം ചോറ് ചൂടാറാൻ വെച്ചപ്പം ചിരിച്ച് ഇറച്ചി വായി വെച്ച് മണ്ടേ കൊണ്ട് കൊടുത്തപ്പോഴാണ് ഈ കുരിപ്പുകൾ താഴോട്ടൊന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ പാവം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഒരു പരസ്യത്തിലില്ലായിരുന്നോ, കഴിക്ക മാട്ടേനെ ഇപ്പം എന്നെ പണ്ണുവേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരസ്യമില്ലായിരുന്നു. എന്ന് പറഞ്ഞാലോ, വരമാട്ടേ മമ്മി ഇപ്പം എന്നെ പണ്ണുവേ എന്നുള്ള രീതിയിൽ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. കുറച്ച് കാര്യം ഓടിക്കേണ്ട വന്നു കേട്ടോ. അവനൊരു കളിമൂടിലായിരുന്നു. അവരുടെ ചാപ്പാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെ ഉണ്ടാക്കിയ അപ്പം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കള്ളപ്പമാണ്. കള്ളപ്പം എന്ന് പറഞ്ഞാൽ കള്ളം ഒഴിക്കാത്ത കള്ളപ്പം. നമ്മൾ സാധാരണ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ജീരകവും ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി പഞ്ചസാര ഇട്ട് അരച്ച് തേങ്ങയുടെ ഒപ്പം അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു 70% കുമ്പള, അതായത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ കിട്ടും കേട്ടോ. നമ്മുടെ ഈ നൈറ്റ് കടയിലൊക്കെ കിട്ടുന്ന മാതിരി നല്ല പതുപുതുന്നിരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റും കേട്ടോ. ഇതിങ്ങനെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം അതിപ്പോൾ ദോശയാണേലും അതെ കേട്ടോ. നമ്മളല്ലേ പറയില്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശ ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്ന അപ്പം ഇങ്ങനെ ഒരു റബ്ബർ പോലെ ഇരിക്കുന്നതാണ്. അതെന്താണെന്നറിയാമോ, ഈ കുമിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മാവ് മുഴുവൻ വെന്ത് കഴിഞ്ഞാണ് മിക്ക ആൾക്കാരും മറിച്ചിടുന്നത്. അന്നേരമാണ് ഇതിൻ്റെ ഈ സോഫ്റ്റ്നെസ് പോയിട്ട് ഒരു റബ്ബർ പോലെ ആകുന്നത് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലൊന്ന് കള്ളപ്പം ഉണ്ടാക്കി നോക്കിയോ, സൂപ്പർ അപ്പമായിട്ട് വന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാനും പറ്റും കേട്ടോ. നമ്മുടെ കള്ളില്ലാത്ത കള്ളപ്പൂ, കുറച്ച് ചിക്കൻ കറി രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. ശരിക്കും കഴിക്കാൻ ഞാൻ മറന്നുപോയി. അതായത് ചക്കക്കുരും ചീരയും കൂടെ, ചീരയല്ല മുരിങ്ങയിലയും കൂടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഗ്രഹം, അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഈ കള്ളപ്പത്തിനുള്ള കറി ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചോറ് കഴിക്കണം തോന്നി. അപ്പോൾ അത് നല്ല കറിയല്ലേ, അങ്ങനെ മറന്നുപോയതാണ്. അപ്പോൾ ഇതേതാ എനിക്കിങ്ങനെയുള്ള വട്ടൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുണ്ടാക്കിയിട്ട് വേറെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കഴിക്കും. പണ്ട് വീട്ടിലൊക്കെ അമ്മക്ക് അപ്പം ഉണ്ടാക്കുന്നതിനാലോ ഒരു മുറത്തിലേക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇലയോ ഒക്കെ വെട്ടിയിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് പോലെ ഉണ്ടാക്കിയിട്ട് തുടങ്ങും. ആറുണ്ട് തണുക്കണ്ട, ആറുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുക്കണ്ട. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പോയി കുത്തിപ്പിടിച്ചിരിക്കും അപ്പം എടുത്ത് രാവിലെ. അപ്പം വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുള്ളൂ. ഇനി ബാ ബാ പാടാ ഓടി വന്നേ. എന്നെ പറ്റിയ പോലും എന്നാ നിന്ന ഇവിടെ കഴിച്ച് നോക്കട്ടെ, അല്ല ഞാൻ ചേച്ചിക്കുട്ടിക്ക് കൊടുക്കാം. എന്നെ പറ്റിയതായിരുന്നു ഉവയാ തക്കടൂ. അവൻ കള്ളപ്പവും കോഴിയും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല കേട്ടോ. അവന് ചിക്കൻ്റെ പീസ് മാത്രം മതിയായിരുന്നു. പക്ഷേ അവൻ കഴിക്കാൻ കൂട്ടാത്ത കഴിക്കാൻ വരാത്തോണ്ടെന്ന് തോന്നുന്നു. അവൾ നല്ല വയറ് നിറച്ച് വലിയ വീതം മേടിച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് വാരി കൊടുത്തോണ്ടിരുന്നു. അവനെ നിർബന്ധിച്ചൊന്നുമില്ല കേട്ടോ. അവന് ഭക്ഷണം വേണമെങ്കിൽ അവൻ എപ്പോഴും കഴിക്കാറുണ്ട്. അപ്പം അവരുടെ വയറൊക്കെ നിറച്ച് കുടുക്കയൊക്കെ നിറച്ചു. അവന് പിന്നെ ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ചോറെടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന്
അത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.